എന്താ ഉണ്ടായേ? അല്ല സാർ ഇവര് சார் நாங்க வந்து ரிலீஸ் படத்துக்கு போயிருந்தோம் சார். இந்த ஆளு எங்க சீட் பின்னாடி உட்கார்ந்துட்டு இருந்தா. சீட் கேப்ல கைய போட்டு பொம்பளை கிட்ட அசிங்க பண்றா சார். என்னடா இப்படி பண்றேன்னு டீசென்ட்டா கேட்டேன். அது கேட்டப்போ இந்த ஆளு இங்க ஒரு அடி இங்க ஒரு மெதி பாக்கெட்ட கிழிச்சிட்டா சார். வலிக்குது சார். இங்க ஒரு அடி இங்க ஒரு மெதி வலிக்குது. படம் பார்க்க விடல சார். போடா சார் இவரங்க தியேட்டர். ஐயோ போய் சொல்றா சார். டேய் சொட்டே நீ தானே சீட்டுக்குள்ள கை போட்டு இங்க புடிச்ச. டேய் என்னடா பாக்குற? அங்க கிடைச்சது பத்தலையா? போலீஸ் ஸ்டேஷன் பக்கமே விட்டேன்னா ஒண்ணு. அப்பா ഹലോ സാർ 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 യെസ് സാർ എന്താ ഇവരെ വിട്ടേക്കാൻ പറഞ്ഞു? ഉത്തരവ് വന്നോ? തിയേറ്ററിൽ നടത്തിയ കലാപ്രവർത്തനങ്ങൾക്ക് ഞാൻ സർട്ടിഫിക്കറ്റ് വല്ലതും തരണോ? വേണോ? ചെല്ലു ചെല്ലു. ഇത് തമിഴ്നാടല്ല, കേരളമാണ്. ഇവിടെ പൊണ്ടാട്ടിയും കൊണ്ട് സിനിമ കാണാൻ പോകുമ്പോൾ ഓർക്കണം. ഇല്ല ഇത് ഞാൻ പൊണ്ടാട്ടി ഇല്ല സാർ. പൊണ്ടാട്ടി അല്ലേ പിന്നെ? நாங்க வந்து க்ளோஸ் ஃப்ரெண்ட்ஸ். ഫ്രണ്ടാ? എത്ര വർഷമായി ഫ്രണ്ടായിട്ട്? ஒரு வருஷம் தான் ஆகுது சார். நாங்க வந்து ஒரே இடத்துல ஒரே மனசோட வேலை பார்க்குறோம். എന്നാ നിനക്ക് അവനെ കല്യാണം കഴിച്ചൂടെ? எனக்கு ஏற்கனவே கல்யாணம் ஆயிடுச்சு. നേരത്തെ കല്യാണം കഴിഞ്ഞ? ஆமாங்க. നിന്റെ ഭർത്താവ് എവിടെ? നാട്ടിൽ പൊള്ളാച്ചിയിൽ இருக்காங்க சார். വീട് പൊള്ളാച്ചിയില്, കയ്യിലിരിപ്പ് ഹോളിവുഡില് അല്ലേ? ஐயோ சார் இது பாவம் சார். அவ பெரிய குடிகாரன். எவ்வளவு போட்டு மிதிப்பான். அம்மா നിങ്ങളുടെ ഭർത്താവ്? நாங்க பூஞ்சேரியில இருந்து மദ്രാஸ்க்கு வந்ததுக்கு அப்புறம் அங்க ஒரு சேட்டா இருந்தான்னு சொன்னேன் பாத்தீங்களா? ராஜன் சேட்டா என்ன ஒரு இடத்துல வேலைக்கு சேர்த்து விட்டான். அங்கதான் இவன் இருந்தான். நாங்க ரெண்டு பேரும் சேர்ந்து பர்மாக்கு ஓடிட்டோம். அங்கதான் எங்க கல்யாணம். ஓகே அம்மா போயிடுங்க போயிடுங்க. ரொம்ப நன்றி சார். போங்க. வேலு நீ மருதத்தை வீட்டுல விட்டுட்டு வந்துரு. நாங்க கிளம்புறோம். வாயா வா பரிமளம். என்னாடி என்னாச்சு? இல்ல இன்னும் இல்ல. அந்த ரவுடி பசங்களை பத்தி நினைச்சிட்டு இருக்கியா? அதெல்லாம் முடி. ஆமா நீ எதுக்கு அங்க தனியா தங்கிட்டு இருக்க? எங்க கூட தங்கலாமே. அங்க லட்சுமி அக்கா, ஆண்டி அண்ணன், பரிமளம் அங்க எல்லாரும் ஒன்னா தான் தங்குறோம். இடம் பாக்கணுமா? நான் அப்புறம் சொல்றேன். இன்னும் ஒண்ணே சொல்லாம போறேன். ജോയ് സാറേ ദേ സോണി സാർ ദുബായിന്നാ. ഹലോ. മൊബൈൽ ഓഫ് ആക്കി വെച്ചിട്ട് എന്നാ ഉണ്ടാക്കുവാണ്? ഞാനൊന്ന് മയങ്ങിപ്പോയി. എന്താ കാര്യം? ഇപ്പൊ സൂര്യയുടെ ഭർത്താവ് മെഹബൂബ് എന്നെ വിളിച്ചിരുന്നു. ആ ജയമോഹൻ കാലത്ത് സിനിമ റിലീസ് ആവുന്ന ദിവസമാണെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും കൊത്തി കയറുമ്പോ 2 പൂശ് കൊടുത്ത് അവളെ വീട്ടിൽ കൊണ്ടാക്കുക. ഓഹോ ഫുള്ളാണല്ലോ. അയ്യോ ഒരുപാട് കാറുണ്ട്. നോക്ക് എന്തൊരു ബൂസ്റ്റിംഗ് ഞാൻ തന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി കണ്ട സീരിയലൊക്കെ പോയി ചീള് വേഷം ചെയ്താണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ശാരിമോൾ ഇറങ്ങ്. ടോർച്ചടിക്ക് ടോർച്ചടിക്ക്. You look gorgeous in this shot. എന്ത് പ്രശ്നം? ഇരിക്കെ അതൊക്കെ ഇപ്പൊ തീരുവന്നേ. ഇതൊക്കെ ഫാൻസുകാരെ മുന്നിലുള്ള അടിയല്ലേ. ചുമ്മാ സൂപ്പർ സൂപ്പറാ. നോക്ക നോക്ക. പിന്നെ സൂര്യ മൊത്തം പടത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പിന്നെ നമുക്ക് ഒരു 1-2 തിയേറ്ററിൽ കൂടെ പോയിട്ട് പോയാ പോരെ? കുഴപ്പമല്ലോ കേട്ടോ. വണ്ടി സൈഡിലേക്ക് നിർത്ത്. എന്നിട്ട് എനിക്കൊരു പാക്കറ്റ് 555 സിഗരറ്റ് വാങ്ങിച്ചോണ്ടാ. അവിടെ നിർത്ത്.
എന്താ വിരലിൽ മോതിരം വിടാത്തെ? പിന്നെ ഈ മോതിരം വിടുമ്പോഴേ മിനിമം ഒരു 4-5 എണ്ണം അടിക്കണം. അതാ എന്റെ ഭംഗി. പിന്നെ നമ്മുടെ അടുത്ത പടത്തിന്റെ കോസ്റ്റ്യൂംസ് ഇതൊന്നും അല്ല, നല്ല ബ്യൂട്ടിഫുള്ളാ. ലൊക്കേഷൻ എവിടെ അറിയാമോ? അമേരിക്കയിലാ. ഇങ്ങനെ നാണം കാണിച്ചാലോ? റൊമാൻറ്റിക് സീനൊക്കെ എങ്ങനെയാ അഭിനയിക്കണേ? എന്താ മോളെ ഇത്? അയ്യോ, മാഡം ചെന്ന വണ്ടി കയറി. ഞങ്ങ ഇവിടെ ലോക്കൽ ആക്കാരാണ് സാറേ. ഓ, സാറിന്റെ പടം ഒന്ന് റിലീസല്ലേ? അതെ. എങ്ങനെയുണ്ട്? സൂപ്പർ ഹിറ്റ് അല്ലേ? അല്ലേ മാഡം പ്ലീസ്, സോണി സാർ പറഞ്ഞിട്ടാ. വണ്ടി കയറി. അല്ല ഈ മാഡം പ്ലീസ്. ഹേയ് സാറ് പേടിക്കണ്ട. എന്നാ പിന്നെ ഷാരി പുറകോട്ടിരുന്നോ? നിങ്ങളിപ്പോ എത്ര അടുത്താണെങ്കിലും അകലെയാണെങ്കിലും പ്രണയം എന്ന മൂവിയിലെ നീ അകലെയാണോ എന്ന പാട്ടാണ് ഇനി റെഡ് എഫ് 93.5. എന്നെ ഇവിടെ അടുത്ത ജംഗ്ഷനിൽ ഇറക്കോളും, ഞാൻ പോയിക്കോളാം. എന്നെ ഈ ജോലി ഏൽപ്പിച്ച ആള് പറഞ്ഞത് നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കണമെന്ന്. അവിടുന്ന് പിന്നെ എങ്ങോട്ട് വേണേ പോയിക്കും. ഏതായാലും ആ ഡയറക്ടറിന് വേണ്ടി ഇരിക്കുന്നതിനെക്കാട്ടി സേഫാ. എനിക്കിവിടെ ഇറങ്ങണം. ഇത് ഷൂട്ടിംഗ് യൂണിറ്റിന്റെ വണ്ടിയല്ല, ഞാൻ പ്രൊഡക്ഷൻ ഡ്രൈവറും അല്ല. ഹലോ മാം, ഒരു സോമൻ. പൊടിയാടി സോമൻ എന്ന് പറ, ആരത്തിനറിയാം? ആ, പൊടിയാടി സോമൻ. പിന്നെ ഷമി സാർ എന്ന് പറ. പിന്നെ വൺ മിസ്റ്റർ ഷമീം. ഓക്കെ മാം. സോമ, അത് പൊന്നു സച്ചായനും സോണി വടയാറ്റിലും കൂടി സംസാരിച്ചു വെച്ചിരുന്നത് 10 കോടിക്കായിരുന്നു. ആ നിലയ്ക്ക് മറ്റൊരാൾക്ക് വേണ്ടി ആലോചിക്കുമ്പോ അതിൽ കൂടിയ വില പറയേണ്ടി വരുമല്ലോ. അല്ല മാഡം, അന്ന് സോണി വടയാറ്റിലോട്ട് കച്ചവടം ഉറപ്പിക്കാതെ തെറ്റിപ്പിരിഞ്ഞു പോയിന്ന ഷമീസ് സാറൊക്കെ പറഞ്ഞു കേട്ടത്. അല്ല, ഷമീസ് സാർ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഓ, എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് അച്ചായ മരിച്ചു 2 ആഴ്ച കഴിഞ്ഞ് സോണി എന്നെ വന്ന് കണ്ടിരുന്നു. ഞങ്ങൾ തമ്മിൽ വിലയിലൊരു ധാരണയുമായി. ഹലോ, ഓക്കെ ഓക്കെ, ഞാൻ ഇറങ്ങുക. സോറി സോമ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നമുക്ക് പിന്നൊരിക്കൽ സംസാരിക്കാം. ഒന്ന് വിളിച്ച് അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്തിട്ടായാൽ സൗകര്യമായി. സോറി
സോറി. ഷമി സാറേ, കാര്യം ഈസിയായിട്ട് നടക്കുന്ന ഞാൻ വിചാരിച്ചത്. ഇതിപ്പോ MLA ആയപ്പിന് ഞാൻ കൊടുത്ത പൈസ പെണ്ണുമ്പള ജാമ്യത്തിറക്കാൻ സ്റ്റേഷനിൽ കയറിയത് വെറുതെ ആയിന്നാ തോന്നുന്നത്. കച്ചവടത്തിന്റെ കാര്യം വന്നപ്പോ പെണ്ണുമ്പിള്ള ആലുവ ശിവരാത്രി കണ്ട പരിചയമില്ല. ഏയ് അതൊരു ക്യാരക്ടർ എങ്ങനെയാ സോമ? അല്ല, അതാണ് അതിന്റെ ശരി. കച്ചവടം വേറെ, പരിചയം വേറെ. രാജപ്പന്റെ പൈസ ഞാൻ തന്നേക്കാം. ഏയ് അയ്യേ സാറേ, ഞാൻ പൈസക്ക് വേണ്ടിട്ടൊന്നുമല്ല. പിന്നെ കച്ചവടം അതങ്ങ് നടന്നു കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് 2 പെൺകുട്ടികളാണേ. ഇപ്പൊ തന്നെ വരാം. മാഡം, ഈ സമയം സാറ് കോഴിക്കോട്ടൊരു വൻ സെറ്റപ്പാ. കുടുംബത്തിൽപ്പെട്ട ഒത്തിരി പേര് മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഒക്കെയാ. പൊന്നു സാർ അതിന്റെ പേരില്ല സോണി ഇവിടെ ആറ്റിന് കൊടുക്കാതെ പുള്ളിക്കാരൻ കൊടുക്കാൻ തീരുമാനിച്ചത്. നടന്നിരുന്നേ പിന്നീടായാലും നമുക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതുകൊണ്ടാ. ഓക്കെ സോമ, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. അത് മതി. ഹലോ. മാഡം, ഞാൻ പൊടിയാടി സോമനാമേ. പറയൂ സോമൻ. മാഡം, ഷമീൻ സാറ് പറയുന്നത് ആര് പറയുന്നതിലും 50 ലക്ഷം രൂപ കൂട്ടിത്തരാന്നോ? പിന്നെ അത് മാത്രമല്ല മാഡം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ കോഴിക്കോട് വൻ സെറ്റപ്പാ. സോമ, പിന്നെ മാഡം, എന്റെ അവസ്ഥ മാഡത്തിന് അറിയാലോ. കഴിഞ്ഞ മാസം 1-2 കച്ചവടം നടക്കേണ്ടതാ. അപ്പൊ ഷമീൻ സാറാ പറഞ്ഞേ മാഡത്തിന്റെ കൂടെ ഇടുന്ന പൊല്ലാപ്പം കേസ് ഒന്ന് തീർക്കാൻ. അറിയാലോ, 3 പെൺകുട്ടികളാ എനിക്ക്. സോമൻ, നമസ്കാരം. ആരാ? എവിടുന്നാ? പൊടിയാടി സോമനായിരുന്നേ. മാഡം പറഞ്ഞിട്ട് വന്നതാ. ഇരിക്കേ, ഞാൻ പറഞ്ഞിട്ട് വരാം. ആരാ ഈ ഷമീൻ സാറ്? കേറി ചെല്ലാൻ പറഞ്ഞു. ഷമീൻ സാർ മാത്രം ചെന്നാ മതിയെന്നാ മാഡം പറഞ്ഞത്. എന്റെ ചക്കുളത്തമ്മേ, ഞാൻ എന്തായി കേക്കണത്? സാറിന് ജാതി വിശ്വാസം ഉണ്ടോ? ശുക്രനാ, ശുക്രൻ. ആ ചെല്ല് ചെല്ല്. നോക്കി ഇങ്ങോട്ട് നിന്നാലേ മൊത്തമായിട്ട് ഇങ്ങ് പോരും. ദേ, ഈ പൊടിയാടി സോമനെ മറക്കല്ലേ. 3 പവനാ. ഷമീം, വർഷമായി ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട്. മസ്കറ്റിൽ വെച്ചായിരുന്നു. നഴ്സിംഗ് പൂർത്തിയായി ജോലി കിട്ടി. മസ്കറ്റിൽ ചെന്നതിന്റെ പിറ്റേന്നാ പുള്ളിക്കാരനെ പരിചയപ്പെടുന്നത്. എന്റെ വീട് തിരുവല്ലയ്ക്കടുത്ത് പുല്ലാട്. ഞങ്ങൾ 5 പെൺകുട്ടികളാ. എനിക്ക് താഴത്തുള്ളതുങ്ങളെ പുള്ളിക്കാരൻ പഠിപ്പിച്ച് കരകയറ്റി. പുള്ളിക്കാരൻ എനിക്ക് ഭർത്താവ് മാത്രമായിരുന്നില്ല. He was really a great friend of mine. Sorry. പൊന്നു സച്ചാനെ കൊന്നവരുടെ ഡീറ്റെയിൽസ് ഞാനന്ന് പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു. പക്ഷേ അവരന്ന് അതിന് പകരം എന്നെ അറസ്റ്റ് ചെയ്തു. ഇയാളെ ഷമീമിനെ അറിയാമോ? ജ്യോതിലാൽ കുഴപ്പക്കാരനാ മാഡം. ക്രിമിനൽ. 3 മർഡർ കേസിലെ പ്രതിയാന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കിവനോടൊരു കടമുണ്ട്. അത് വീട്ടണം. അതിനൊരു ഹെൽപ്പിനായിട്ടാ ഞാൻ ഷമീമിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. പൊന്നു സച്ചായിനെ കൊന്നത് ഇവനാണ്. അതെന്തിനായിരിക്കും? വെറുതെ ഇടങ്ങേറിച്ചെന്ന് ചാണ്ട വെച്ചാ ഞാൻ പറയായിരുന്നു പോലീസിനോടും നിങ്ങളോടും. പൊന്നു സാറ് മരിക്കുന്നതിന്റെ തലേന്ന് ഈ സോണി വടയാട്ടിലുമായിട്ടൊരു കച്ചറ ഉണ്ടായിരുന്നു ഹോട്ടൽ സാജിൽ വെച്ചിട്ട്.
നമ്മൾ ഇന്ന് സംസാരിച്ച പുരയുടെ കച്ചവടത്തിന്റെ പേരില്ല. ഇവനാണ് പുന്നു സാറെ കൊന്നെങ്കിൽ അത് സോണി വടയാട്ടിന് വേണ്ടിയിട്ടാ, ഡെഫിനിറ്റാ. അവരത്ര വലിയ ചങ്ങായിമാരാ മാഡം. ഈ സോണിക്ക് വേണ്ടിയിട്ട് കൊല്ലാനും ചാവാനും ഇവന് മടിയില്ല. ഈ 3 മർഡർ കേസ് എന്ന് പറഞ്ഞത് സോണിക്ക് വേണ്ടി ചെയ്താ. സ്റ്റേറ്റ്സിലോ ദുബായിലോ ആയിരുന്നെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ തോനെ ആളുണ്ടായിരുന്നു. ഇച്ചാൻ്റെ ഫ്രണ്ട്സ് തന്നെ. സോണി വടയാറ്റിൽ എനിക്ക് കൊല്ലണം. അതിന് ഷമിയും എൻ്റെ ഒപ്പം വേണം. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക്. ഷമീമിന് നേരിട്ട് ഇൻവോൾവ്മെന്റ് വേണ്ട. ഈ പറഞ്ഞ ജ്യോതിലാലിനെ പോലെ മറ്റൊരു ജ്യോതിലാൽ. ഷമീം എൻ്റെ ഒപ്പം ഉണ്ടാവില്ലേ? ഏതാണ് ഈ സ്വർണ്ണവേലിന്റെ വീട്? ആരടാ സ്വർണ്ണവേൽ? സാർ. ഓ, നിന്റെ ഫ്രണ്ട്. ஆமா சார், அது அன்னைக்கு சார் நாங்க கல்யாணம் பண்ணதுக்கு முடிவு செஞ்சோம் சார். കല്യാണോ? അന്ന് പൊള്ളാച്ചി, ഇന്നലെ ഇവൻ, ഇപ്പൊ ഇതും. അതൊക്കെ പോട്ടെ. എവന്റെ മാല എവിടെ? என்ன மாலை சார்? மாலைக்கு எதுவுமே கொடுக்கல சார். இல்லையா? இல்ல சார். என்ன சார் சொல்றீங்க நீங்க? பெரிய லட்சாதிபதின்னு சொல்லி நேத்து தான் என்ன கல்யாணம் செஞ்சா. ஆனா நைட்ல நீங்க கதவு தட்டும் போது ஐயோ இவ்வளவு பெரிய திருடன் நீங்க தெரிஞ்சது சார். ஆனா அப்போதுக்கு மான மரியாதை சார். கவர்னோடா மானம். என்ன இது? போய் சொல்ற. நான் ஒண்ணுமே பண்ணல. போய் சொல்றேன் சார். என்ன கருப்பழிச்சிட்டான் சார் இவன். കംപ്ലീറ്റ് നശിപ്പിച്ചാ? ஆமா சார். എന്നിട്ട് നീ എന്താടാ എന്നോട് പറഞ്ഞത്? നീ മാല സമ്മാനിച്ചു, പിന്നെ മാല സമ്മാനിച്ചിട്ടിരിക്കാനായി 60 ഡിഗ്രി കുനിയുമ്പോഴേക്കും പോലീസിന്റെ തട്ട് കേട്ടു. അപ്പൊ നീ ഇറങ്ങി ഓടി അല്ലേടാ? നിന്നെ കണ്ടറിയാൻ കള്ളനാണെന്ന്. என்ன சார் பிரச்சனை? என்னடி நீங்க இருக்க? ഇവൻ തിരുട്ട് റാസ്കൽ. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ. ഇവൻ തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് വന്നിരിക്കുക. 17 കേസിലെ പ്രതിയാണ്. என்ன நாச்சிமுத்து, இவர் சொல்றதெல்லாம் நிஜமாவாடா? திரும்பி வருவாடி பாரு. എന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഒരു നിമിഷം ഇതിനകത്തൊട്ടൊന്ന് കയറ്റി നിർത്തിയിട്ട് ഞാൻ പുറത്തിറക്കി വിട്ടേക്കാം. ആയിക്കോട്ടെ. ഞാൻ അകത്ത് കിടന്നാലേ പാവമണി സാറിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ. ഇവൻ നിങ്ങളെ പോലെ വലിയ ഹോൾഡുള്ള പാർട്ടിയൊന്നും അല്ല. പുറത്തേക്കൊന്നും പോയില്ലേ? ഒരു സുഖം തോന്നിയില്ല. മടിച്ചങ്ങനെ ഇരുന്നു. ഉപ്പ കാലത്ത് വന്നിരുന്നു കൂടെ. ഞാൻ പറഞ്ഞിട്ടില്ലേ മസ്കറ്റുള്ള ഇളയപ്പാന്റെ കാര്യം? ഉപ്പരും ഉണ്ടായിരുന്നു. അവരെല്ലാം ചേർന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇത് കൊച്ചിയിലല്ലേ? വിജി, എന്താ ഒരു താല്പര്യമില്ലാത്ത പോലെ? താല്പര്യമില്ലാഞ്ഞിട്ടല്ല ഷമീം, വിവാഹകാര്യം. അതിനേക്കാളും വലിയൊരു കമ്മിറ്റ്മെന്റ് നമുക്കിടയിലുണ്ട്. 2 ആളുടെ മരണം. അത് സംഭവിക്കണം. ഓ, അത്രേ ഉള്ള. അതിന് അധികം കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏറി വന്ന ഒരാഴ്ച, അതിനുള്ളിൽ ഓരോ 2ന്റെയും മയ്യത്തടക്കും. ഓന്റെ ഡ്രൈവറെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. സന്തോഷം. ഡ്രിങ്ക്
അപകടകാരണം ഏതെങ്കിലും വിധത്തിൽ വ്യക്തമായോ സാർ? ഇല്ല, അതിന്റെ അന്വേഷണം ആ വഴിക്കുണ്ടാവാൻ പോകുന്നതേ ഉള്ളൂ. അഴിമതി നടന്നുവെന്ന് വ്യക്തമായ സ്ഥിതിക്ക് ഉടൻ ഒരു അറസ്റ്റ് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും. സർ, നമ്മൾ റിമാൻഡ് ചെയ്തിരിക്കുന്ന ആ ഫ്ലാറ്റിന്റെ കരാറുകാരൻ മെഹബൂബിന്റെ മിസ്സിസ് ആണ്, സൂര്യപ്രഭ. സിനിമാ താരമാണ്. സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആരാണ് എം ഡി? സോണി വടയാറ്റിൽ. ഓ, അയാളാണോ? എങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഇവിടെ എത്തിച്ചാൽ മതി. എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം, അല്ലേ സർ? റൈറ്റ്. ശരി സാർ. സാർ, എനിക്ക് മെഹബൂബിന്റെ അടുത്തുനിന്ന് സംസാരിക്കാൻ. ഓക്കെ. പാവമണി സർ. സാരമില്ല, ഇന്ന് വൈകുന്നേരം അമ്പളിക്കും ബെയിൽ കിട്ടും. ഞാൻ വൈകുന്നേരം പോകുന്നുണ്ട് സോണി സാറുടെ അടുത്തേക്ക് പേപ്പേഴ്സ് വാങ്ങാൻ. വേണ്ട, ഞാൻ കാരണം നിനക്കൊന്നും നഷ്ടപ്പെടണ്ട. നീ പൊയ്ക്കോ. പക്ഷേ നീ ഒന്നോർത്തു, എന്റെ ജീവിതം പഴക്കി നീ ഒറ്റ നിവൃത്തികേടുണ്ട് ഞാൻ നിന്നെ ഓരോന്നിനും നിർബന്ധിച്ചത്. ഞാനൊരു ഭാഗ്യദോഷിയല്ല. കോടികളെ കൊടുത്തു തീർക്കാനുള്ളത്. ഞാനിവിടെ കിടന്ന് ചത്തോളാം. നീ പൊയ്ക്കോ. വേണ്ട, ഞാൻ കാരണം ആരും ചാവണ്ട. എനിക്കിവിടെ നിലകല്ലേ വേണ്ടു. ഇറക്കാം. അതിന് ഞാൻ ആർക്കൊക്കെ വാങ്ങിക്കൊടുക്കണം? പറ മുന്ന. അയ്യോ, ആരാത്? സൂര്യപ്രഭ, എന്റെ കർത്താവ്, ഇതെന്താ കിനാവോ? എടാ സോണിച്ച, ഇങ്ങോട്ട് വന്നേടാ. ആരാ വന്ന് നോക്കിയേ? മോർണിംഗ് വാ, വേവിച്ചനല്ലേ വിളിക്കുന്നേ. എടാ ഇങ്ങ് വാടാ. ആരാ വന്ന് നോക്കിയേ? സൂര്യപ്രഭ. ഇനിയിപ്പൊ നിങ്ങളപ്പാ. എടി സോണി, ഒരു കാര്യം ഒരു തവണ പറയൂ. ഇന്നിപ്പോ നീ നിന്റെ സ്വന്തം കാർ ഡ്രൈവ് ചെയ്ത് എന്നെ കാണാൻ ഞാൻ താമസിക്കുന്നിടത്ത് വന്നു. അതിനെനിക്ക് ചിലവായ പണം എത്രയാണെന്നറിയാം? അന്ന് രണ്ടാമത് നമ്മൾ കണ്ടുമുട്ടിയപ്പോ നീ ഒന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ ഈ പണം മറ്റൊരു വഴി നിന്റെ കയ്യിൽ തന്നെ വന്നേനെ. ഈ ജന്മം മുഴുവൻ നീ നടിയെന്ന നിലയിൽ ഏൺ ചെയ്യുന്നത് ഇതിന്റെ 5% വരില്ല. എത്ര ഈസി ആയിട്ടാണ് നീ എന്നെ നെഗ്ലക്ട് ചെയ്തത്. 4 സിനിമയിൽ അഭിനയിച്ച നെഗളിപ്പില് ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കിയോ? കാശുള്ളവനോട് കളിക്കരുത്. ഇടുവെച്ച ഹലോ, നമ്മുടെ ജ്യോതിയാ. നാളെ വന്നിട്ടുണ്ട്. അവനോട് കയറി വരാൻ പറ. കയറി വരണവേ. ജ്യോതി, കയറി വാടാ. ഇതാകെ വന്നിരിക്കുന്ന നോക്കേ. സോണി, പറഞ്ഞു വിടാ അവളെ. ഇതെന്തോ ഒരുമാതിരി പഴഞ്ച സിനിമയെ കാണുന്ന പോലെ ഒരു പെങ്കൊച്ചിനെ വിളിച്ച് മുറിക്കകത്ത് കയറ്റി. അവര് ചെയ്യാനുള്ളത് ചെയ്യട്ടെ, പറയാനുള്ളത് പറയട്ടെ. അവർക്ക് കഥ ചെയ്യാലോ. അങ്ങനെ വേറെ ഒരു പെണ്ണല്ല അവൾ എനിക്ക്. ഒരിക്കൽ ഞാൻ ജീവന തുല്യം സ്നേഹിച്ച എന്റെ പെണ്ണ. പക്ഷെ കെട്ടാൻ പറ്റിയില്ല. ആ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ഇവൾ എന്നെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തു. നീ എന്തുവാടാ പറയുന്നത്? ഒരുത്തനെ കെട്ടി കൂടെ കഴിയുന്ന ഒരു പെണ്ണ് ഇനി അവൻ എത്ര വൃത്തികെട്ടവനാണെങ്കിലും മറ്റൊരുത്തൻ വിളിച്ചാൽ കൂടെ കയറി കിടക്കാൻ തയ്യാറാകാത്തത് കുറ്റമാണോ? അങ്ങനെ വെറും മറ്റൊരുത്തനല്ല അവക്ക് ഞാൻ. ആണോടി? അവള് പറയട്ടെ. സോണി സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാ. അന്നും ഇന്നും ആദ്യം കൊത്തിച്ച് മനസ്സിലാക്കിയിട്ടില്ല. സോണി, നീ അത് പറയരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നീ ഇവളെ കെട്ടിയനെ. ഇനി നിന്റെ അപ്പനല്ല വേറെ ആരെതിർത്താലും. പണ്ട് നീ ഇവളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് ഇവളെ നിനക്ക് പലതും തന്നു. എന്നിട്ട് നിനക്ക് സൗകര്യമില്ലെന്നായപ്പോ നീ തന്നെ ഇവളെ വേണ്ടെന്ന് വെച്ചു. ഇനി നിനക്ക് ഇവളുടെ പുറത്ത് എന്ത് അവകാശമാണോ ഉള്ളത്? എടാ അവര് അവരുടെ പാട്ടിന് വിട്. നമ്മളായിട്ട് എന്തിനാ അതിൽ ഇടപെടുന്നത്? ബേബിച്ച, കൂടെ കിടക്കുന്നത് പെണ്ണാണെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ. കുറഞ്ഞ പക്ഷം അവൾ എങ്ങനെ അവിടെ എത്തിയെന്നും കൂടെ അന്വേഷിക്കണം. നിങ്ങൾക്കും ഇല്ലേ ഊട്ടിയിലും ബാംഗ്ലൂരും പഠിക്കുന്ന ഓരോ മക്കള്? കൈ കാശുള്ള കാണാൻ കൊള്ളാവുന്ന ചെക്കന്മാരൊന്ന് മനസ്സ് വെച്ചാൽ അവളുമാരും ഇതുപോലെ ഏതെങ്കിലും ഹോട്ടൽ മുറി കയറിയിരിക്കും. ഈ പെമ്പിള്ളാർക്ക് 25,000-നും 50,000-നും കയറി വന്ന് ഗുസ്തി കാണിക്കുന്നത് സൽമാൻ ഖാനെയും ഷാറൂഖ് ഖാനെയും കണ്ട ആരാധന മുതലല്ല, ഗതികേട് കൊണ്ടാണോ? നാണോ ഇല്ലടോ ഇതിനെ വെച്ചോണ്ട് ഇറങ്ങാൻ, പെമ്പിള്ളാരെ പഠിപ്പിക്കാൻ?
என்னாச்சு மருதகம்? மருதகம் என்னாச்சு? மருதகம் 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 என்னாச்சு? மருதகம் மருதகம் சொன்னவேல் இறங்கி வாடா. இப்போ வருவாங்க சார், பாருங்க. ആരടാ സ്വർണ്ണവേൽ? நான் தான் சார். ഈ ആളിനെ അറിയോ നിനക്ക്? புரியல சார். என்ன போய் புரியலையாமா? நீங்களே சொல்லுங்கம்மா. ஒரு குடும்பம் நடத்தும் போது புருஷன் பொண்டாட்டிக்குள்ள சண்டை வரத்தான் செய்யும் இல்லைங்கண்ணா. அதுக்கு போய் கட்டின புருஷனை விட்டு பிறந்து வளர்ந்த ஊரை விட்டு ஓடி போயிடலாமா? டேய் சீனு, சொல்லுங்கண்ணா. சீனு அந்த கல்யாணம் தான் கட்டிக்கிட்டு ஓடி போலாமா? அது எந்த படத்துல வருது சீனு? சரி விடுறா 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 அண்ணே. நான் போய் வேண்டிக்காத கடவுள் இல்லண்ணே. அந்த பழனி வலைய ஆண்டவன், அந்த மதுரை மீனாட்சி அம்மாள், அப்புறம் அந்த சுனாமி வந்த இடம் சீனு அது வந்து வேளாங்கண்ணி மாதம், அங்கெல்லாம் போய் வேண்டி இருக்கிற. கடவுளே, என் கஷ்டத்தை உனக்கு தெரியுது. ஆனா இந்த தம்பிக்கு புரியவே மாட்டேங்குது. புரியலையா தம்பி? உனக்கு புரியலையா? நீ உள்ள வச்சு குடும்பம் நடத்துறான்ல ஒரு பொண்ண, அத கட்டின புருஷன் நான் தாண்டா நாயே. அது பொத்து வச்சிருக்கிறான்ல ஒரு குழந்தை, அதோட அப்பாடா. காமிங்க சார். ഇത് മാര്യേജ് സർട്ടിഫിക്കറ്റ്. காமிங்க சார். ഇത് ഫോട്ടോ. മരതകം എവിടെടാ? എങ്ങനെ മരതകം? உடம்பு சரியில்லை சார். என்னது உடம்பு சரியில்லையா? டேய் என்னடா பண்ண தங்கமே? டேய் காட்டு. தங்கமே டேய் சீருமாரே பாடுறாடே. இதுக்கு ஏதாவது வந்து கட்டு சாப்பாடெல்லாம் சாப்பிட்டு கட்ட கல்லெல்லாம் வந்து குஞ்சு போச்சுடா என் தங்கம். அடுத்தாச்சு வாமா. இது ஒரு நிமிஷம் இருக்கு வேணா. பட்டு எடுத்துக்கோ, கிளம்பிக்கோ. എന്നിട്ട് ഭർത്താവിന് ഊരിക്ക് പോകാൻ என்ன சார் இது? பொம்பளை கிட்ட மரியாதை இல்லாம എന്നടാ കണ്ടവന്റെ ഭാര്യ കൊണ്ട് കൂടെ പറഞ്ഞിട്ട് നീ ആയിച്ചട്ടം പറയണോ? நல்லா சாப்பிடுறா. நிறுத்துங்கடா, அதான் வரேன்னு சொல்லிட்டான்ல. நிறுத்துங்கடா. டேய் தள்ளுங்கடா தள்ளுங்கடா. வாங்க வாங்க வாங்க. பாப்பா அவ்வளோ பாசமாடா என் பொண்டாட்டி மேல உனக்கு. அப்படி நான் வந்து கூட்டிட்டு போ. டே சீனோ, சொல்லுங்கண்ணா. அந்த லாட்ஜ் பேர் என்னடா? வினோத் லாட்ஜ் அண்ணே. வினோத் லாட்ஜிங்களா? நம்ம ரயில்வே ஸ்டேஷன் பக்கத்துல. ஆம்பளையா இருந்தா வந்து கூட்டிட்டு போடா நாயே. டேய் வாங்கடா. സോണി സാറേ, ബേബിച്ചൻ
ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ഓക്കെ. ഹലോ. ഹലോ. ആ ഷമീമല്ല, വിജയാണ്. പറഞ്ഞോളൂ. ആ, പള്ളാത്തുരുത്ത് റിസോർട്ടിലേക്കാണ് അവർ പോകുന്നത്. ഒപ്പം നിങ്ങളും ഉണ്ടാവുമോ? ഇല്ല, വണ്ടിക്ക് ഇത്തിരി പണിയുണ്ടെന്ന് പറഞ്ഞ് ഞാനങ്ങ് മുങ്ങും. ജ്യോതി സാറും ആ സിനിമാ നടി ഉണ്ടാവും. വണ്ടിയുടെ നമ്പർ ഞാൻ പുറപ്പെട്ട് കഴിഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞുതരാം. സന്തോഷ. അത് മനസ്സിലായി. ഇത്തവണ പണി പാളൂല. ഇത് പെട്ടെന്ന് അറേഞ്ച് ചെയ്തൊരു സെറ്റപ്പാ സന്തോഷിന്റെ. ഒരാഴ്ചത്തെ സമയം അവൻ ചോദിച്ചത്. ഇപ്രാവശ്യം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ആറ്റം പാർട്ടിയാണ് മാഡം. ഹൂവർ ഇറ്റ് ഈസ്, ഇന്ന് തന്നെ അത് നടന്നിരിക്കണം സോമ. എന്താണോ? സോറി. മർദ്ദകോ മർദ്ദകോ കൊന്നു വാങ്ങി മർദ്ദകോ. പോയില്ല. அடே கல்யாணம் தான் கட்டிக்கிட்டு ஓடி போலாமா? இப்படி என்ன கல்யாணம் தான் கட்டிக்கிட்டு ஓடி போலாமா? நீதான்பா சிங்க குட்டி சொன்னபடி வந்தியே. நான் கட்டின பொண்டாட்டிய யாரு? இந்த மருது கட்டின பொண்டாட்டிய தான் உனக்கு வச்சிருக்கிறதுக்கு வேணும் இல்லையாடா? ஓ, அதானே நீ நினைச்சிருப்ப. என்னடா பெரிய மருது இந்த ஒரு போலீஸ்காரெல்லாம் கூட்டமா கூட்டிட்டு வந்து ஒன்னே அடிச்சு என் பொண்டாட்டி எடுத்துட்டு போறேன்னு. கண்ணா அது வந்து நம்ம ட்ரிக்கு கண்ணா. ஓ, ரொம்ப பாசம் கொட்டுதோ? பயமாச்சுப்பா, ரொம்ப பயமாச்சு. நான் மறந்தகம் மாமனை பத்தி ஒண்ணுமே சொல்லலையா கண்ணா? நம்மளுக்கு வந்து ஊர்ல கட்ட பஞ்சாயத்து கொலை இது மட்டும்தான்டா என் வேலை. உனக்கு எந்த மாதிரி அடி பிடிக்கும்? நம்ம ரஜினிகாந்த் மாதிரி பிடிக்குமா இல்ல நம்ம விஜயகாந்த் மாதிரி பிடிக்குமா? அட மொட்டை சாப்பிடு. அடியெல்லாம் வாங்கல, சாப்பிடு கண்ணு. டேய் சாப்பிடுறா, சாப்பிடுறா, நல்லா முழுங்கி சாப்பிடுறா. பாரு அடங்கடி குதிரை அடங்குடா.